നമ്മുടെ മാധ്യമങ്ങളുടെ മുസ്ലിം പേടി, അങ്ങനെ തന്നെ പറയണം, അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം, അവിടെ മദ്യ ദുരന്തമുണ്ടായിരിക്കുന്നു. മദ്യം ഹറാമാണല്ലോ ഇസ്ലാമിൽ. അവിടെ മദ്യ ദുരന്തമുണ്ടായി, ഒരുപാട് പേർ മരിച്ചു, ഒരുപാട് പേരുടെ കാഴ്ച പോയി, ഒരു മലയാളി ഉൾപ്പെടെ മരിച്ചു. കേരളത്തിലെ ഒരൊറ്റ മാധ്യമത്തിൽ വാർത്തയില്ല. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് രണ്ട് സംശയങ്ങൾ മാഷോട് ചോദിക്കാനുണ്ട്. ഒന്ന്, മദ്യം ഹറാമായിരിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെയാണ് മദ്യ ദുരന്തം ഉണ്ടാവുന്നത്? രണ്ട്, എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന ഒരു മദ്യ ദുരന്തത്തിൽ മലയാളി ഇരയായിട്ട് പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതാവുന്നത്? ഒന്നാമത്തെ കാര്യം വളരെ സിമ്പിളാണ് സാർ. അത് അറബ് ലോകത്ത് സഞ്ചരിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഭാഷ അവിടെ ജീവിച്ച ആളായതുകൊണ്ട് 10 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വലിയ ഇരുമ്പുമറ കൊണ്ട് മനുഷ്യാവകാശങ്ങൾ അടിച്ചമർത്തി വെക്കുന്ന കടുത്ത വിലക്കുകളും നിയന്ത്രണങ്ങളും ഉള്ള ഏത് രാജ്യത്ത് നിങ്ങൾ പോയിക്കോളൂ. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കും ബാധകമാണ്. ഈ പറയുന്നത് അതിനകത്ത് അരാജകമായിരിക്കും. ഇപ്പം ഞാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ സി രാധാകൃഷ്ണൻ സാറ് എഴുതിയ പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതോ, കാലം കാത്തുവെക്കുന്നത്. ആ പുസ്തകം ഓരോ അധ്യായവും ഓരോ രാജ്യത്ത് പോയി ഇരുന്ന് അവിടുത്തെ കാഴ്ചകൾ എഴുതുന്നതാണ്. ചൈനയെക്കുറിച്ച് എഴുതുന്നുണ്ട്. അകാരണമായി നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലിടുക. ആ തടവുകാർക്ക് ലോകത്തിലെ അംഗീകൃതമായ വേതനം പോലും കൊടുക്കാതെ അവരെ കൊണ്ട് രാവിലെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഫാക്ടറി കൊണ്ടുപോയി പണിയെടുപ്പിക്കുക. ആ ഫാക്ടറി ഏതെങ്കിലും ഒരു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതലാളിയുടേതായിരിക്കും. നയാ പൈസ വേതനം കൊടുക്കാതെ പണിയെടുപ്പിക്കുക. ആ ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റിൽ നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ട നൈതികതയുടെ കാലമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് ചൈനയ്ക്ക് ബാധകമാണ്. ഇത് നമ്മളാരും അറിയുന്നില്ല. നമ്മൾ ചൈനയുടെ തിളങ്ങുന്നൊരു മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഇത് തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് നടക്കുക. അകത്തെന്ത് നടക്കുന്നു നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ അറബ് ലോകത്ത് ഞാൻ കണ്ട കാഴ്ച, എന്തൊക്കെയാണോ ഇസ്ലാമിക നിയമപ്രകാരം, ഇസ്ലാമിക വിശ്വാസപ്രകാരം വിലക്കപ്പെട്ടത്, അത് മുഴുവൻ സുലഭമായി അനുഭവിക്കാൻ നിങ്ങൾക്ക് അറേബ്യയിൽ പോയാൽ മതി. ഞാനുണ്ടായിരുന്ന സൗദി അറേബ്യയിലാണ്. നിങ്ങൾക്ക് പരിചയമുള്ള മനുഷ്യർ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ കയറി നോക്കുക. 3 മുറികൾ കടന്ന് 4ാമത്തെ മുറി ചെല്ലുമ്പോൾ അത് ഡിസ്റ്റിലറി ആയിരിക്കും. ഡിസ്റ്റിലറി വാറ്റ്, അക്ഷരാർത്ഥത്തിൽ. ആകെ അവിടുത്തെ ഒരു വിശ്വാസമുള്ളത് കുടിക്കുന്നതിൽ മദ്യം ആരോട് വാങ്ങാം. എനിക്ക് സുനിൽ സാറിനെ പരിചയം, അവൻ സത്യസന്ധനാണ്, എന്നെ പറ്റിക്കില്ല, സത്യത്തിൽ അവനെ എൻ്റെ ജീവൻ അവനെ ഏൽപ്പിക്കാം എന്ന് ഉറപ്പുള്ളിടന്നേ വാങ്ങുള്ളൂ. അപ്പോൾ നന്നായി മദ്യം മാറ്റാൻ അറിയുന്നവരാണ് അവിടെ ജീവിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും. ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയിട്ടുള്ളവരും അങ്ങനെയാണ്. നിയമവിരുദ്ധമായ എന്തൊക്കെ ഏർപ്പാടിലൂടെയാണ് അവിടുന്ന് ഇവിടുന്ന് പോയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ ആളുകൾ മുഴുവനെന്ന് ഞാൻ പറഞ്ഞാൽ ബ്രാക്കറ്റിലിട്ട് മുഴുവൻ ആക്കണ്ട, നല്ലൊരു ശതമാനം അവിടെ വിലക്കപ്പെട്ട സംഗതികൾ സുലഭമായി ചെയ്തിട്ടാണ്. ഒന്ന് മദ്യം, ഏറ്റവും വലിയ കാര്യം. ഈ അറേബ്യയിൽ പോയിട്ട് തലവെട്ടി പോയിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ കേസ് എന്താ? മയക്കുമരുന്നാണ്. അറേബ്യയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ആളുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വാങ്ങാൻ അവിടെ ആളുണ്ട് കൂടിയാണല്ലോ അർത്ഥം. അതെ. അഴിമതി ഇത്രയേറെ ജനകീയമായൊരു നാടിനെ നിങ്ങൾ അറേബ്യ എന്നാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പോലും കർശനമായ നിബന്ധനകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ലോകത്തിലെ ഏത് രാജ്യത്തും കടുത്ത നിബന്ധനകളുണ്ട്. അറേബ്യയിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുതരും. സൗദി അറേബ്യയിൽ എനിക്ക് ലൈസൻസ് കിട്ടാൻ ഞാൻ എവിടെയും പോയിട്ടില്ല. പക്ഷേ തരുന്നവന് റിസ്ക് പറയും. വണ്ടി ഓടിക്കുന്നതും തടി കാക്കുന്നതൊക്കെ നീ ആയിക്കോളാം, അത് നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിക്കണം. ലൈസൻസ് അവർ കൊണ്ടുതരും. ഒറിജിനൽ ലൈസൻസ് ആണ്. അത് നേരിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഈ മദ്യം വാറ്റുന്നവനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, എടാ ഇത് എങ്ങനെ നടന്നു പോകുന്നത്? സൗദി അറേബ്യ അല്ല, തല പോകുന്ന കേസല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അവൻ പറയുന്നത്, മാഷേ ഞാൻ ഇന്ത്യൻ എംബസി സ്കൂളിൽ അധ്യാപകനായിരുന്നു കേട്ടോ, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, മാഷേ തലവാറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്നുവെച്ചാൽ ആദ്യം വാറ്റുന്ന ഏറ്റവും പ്രഷ്യസായ മദ്യം ഉണ്ടല്ലോ, തലവാറ്റ് DYSPക്കുള്ളതാണ്. അവിടുത്തെ അറേബ്യൻ DYSPക്ക്. അറബ് DYSPക്ക്. അറബി അല്ലേ എന്ന് എന്തർത്ഥമാണ് ചോദ്യത്തിന്? അല്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയേറെ മദ്യപിക്കുന്ന ഒരു സമൂഹം വേറെ ഇല്ല സാർ. എല്ലാ ദിവസവും വൈകുന്നേരം. ഇപ്പൊ അറേബ്യ ഒരുപാട് മാറി. ഇനി ബാറ് വന്നില്ല എന്ന് തോന്നുന്നു. തിയേറ്ററുകൾ വന്നു, മ്യൂസിക് ക്ലബ്, ബാറും വരും, തീർച്ചയായിട്ടും വരും. അറേബ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം അവിടെ ജോലിയില്ല, വെള്ളിയാഴ്ച അവധിയാണ്, പിന്നെ ശനിയാഴ്ച ഡ്യൂട്ടിക്ക് വന്നാൽ മതി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബഹ്റൈൻ പാലത്തിൽ ഇവിടെ ഒരു പോക്കുണ്ട്. അത് ഞാൻ രണ്ട് കാര്യങ്ങൾ കാഴ്ച ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഒന്നാമത്തെ കാഴ്ച, കൂടെ പോകുന്ന സ്ത്രീകള് ഈ അപായ അഴിച്ചിട്ട് ആ കടലിലേക്ക് ഒരു ഏറുണ്ട്, നമ്മുടെ ഉൾക്കടൽ, പേർഷ്യൻ ഉൾക്കടലിലേക്ക് ഒരു ഏറുണ്ട്. ഇങ്ങനെ പറന്ന് നടക്കുന്ന വവ്വാലുകളെ പോലെ അപായകൾ പറന്ന് നടക്കുന്നത് കാണാം. ഒരു സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാനാണ് ഈ പോണതേ. ഈ മൂടിക്കൂട്ടി കെട്ടിവെച്ചത് മുഴുവൻ വലിച്ചെറിയാണേ. പിന്നെ അപ്പുറത്ത് പോയിട്ട് അവരെ അനുഭവിക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അവിടെ കൊണ്ടുപോയി മുടിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോയി ഈന്തപ്പനയുടെ ഒക്കെ ചോട്ടിൽ അടിച്ച് ഓഫായി കിടക്കുന്ന അറബികളൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ പറയുന്നത്, ഒന്ന്, അവിടെ മദ്യം വ്യാപകമാണ്. രണ്ട്, വ്യഭിചാരം ഇത്ര വ്യാപകമായി നടക്കുന്ന ഒരു രാജ്യം എവിടെയെന്ന് വെച്ചാൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അതിഭീകരമാണ്. ഈ വസ്ത്രധാരണം അതിന് വലിയ അനുകൂലമാണ്, വലിയ ഗുണകരമാണ്. കാരണം ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്, ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു കാറിൽ, ബഹ്റിനിൽ അല്ല, ഞാൻ സൗദി അറേബ്യയിലെ കാര്യമാണ് പറയുന്നത്. മാർക്കറ്റിൽ ഡോർ നമ്പർ 51 ഞാൻ കയറ്റി വിടുന്നു. പിന്നെ എൻ്റെ പണിക്ക് പോകുന്നു, 1, 2, 3 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ആകുമ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഡോർ നമ്പർ 51 എൻ്റെ വരും. ഡോർ നമ്പർ 51 കയറിപ്പോയ ആള് അപ്പുറത്ത് 63 കയറി ഇറങ്ങി വേറൊരുത്തൻ്റെ വണ്ടിയിൽ അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ വണ്ടി കയറിപ്പോൾ ഞാൻ പോലും അറിയില്ല. അത്ര സുരക്ഷിതമാണ് സംവിധാനങ്ങൾ. ഇപ്പോൾ ഈവൻ അവിടുത്തെ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ മക്കയിലും മദീനയിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പല രാജ്യങ്ങളിൽ നിന്നും വിസ എടുത്തും ഒക്കെ വന്നുകൂടി എത്രയോ മനുഷ്യരുണ്ട്. എന്നൊരു സംശയം, ഇതിപ്പോൾ ഈ സൗദി പോലെ തന്നെ അല്ലെങ്കിൽ UAE പോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ ഈ ബഹ്റൈൻ. ബഹ്റൈനിൽ അപ്പോൾ ഇത് നിഷിദ്ധമല്ലാത്തത്? അല്ല, ബഹ്റൈൻ കുറച്ചുകൂടി ഓപ്പൺ ആണ്. എന്നുവെച്ചാൽ അറേബ്യയേക്കാൾ കുറച്ച് മുമ്പേ ബഹ്റൈൻ ഓപ്പണായി, ലിബറലായി, അത്രേ ഉള്ളൂ. ബഹ്റൈനിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ലഭ്യമാണ് ഇപ്പോഴും. അല്ല, അവിടെ ശരിയാ നിയമപ്രകാരം മദ്യം ഹറാമല്ലേ? എവിടെ? ബഹ്റൈനിലും. അല്ല, ലൈസൻസ് വെച്ച് വിൽക്കാൻ അവർക്ക് പറ്റും. ബഹ്റൈൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം. അല്ല, അതും നിഷിദ്ധമല്ലേ? നിഷിദ്ധമാണ്. മദ്യം എവിടെയാണ് നിഷിദ്ധമല്ലാത്തത്? എവിടെ ഇസ്ലാം ഉണ്ടോ അവിടെ മദ്യം നിഷിദ്ധം തന്നെയല്ലേ? ഇപ്പൊ ദുബായിൽ ഇഷ്ടം പോലെ സുലഭമാണ്. ദുബായിൽ കിട്ടുന്നില്ലേ? ദുബായി നിയമം ഇസ്ലാമിക ശരീരത്തൊക്കെ തന്നെയാണ്. അതിനെന്താണ് പറയുന്നത്? ന്യായം എന്താന്ന് വെച്ചാൽ ലോകത്തോടൊപ്പം സഞ്ചരിക്കാനും ലോകമെങ്ങുമുള്ള നമുക്ക് വേണ്ടിയല്ല ലോകമെങ്ങുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അവർക്ക് വേണ്ടിയാണ്. ലോകമെങ്ങുമുള്ള വ്യാപാരികളെ ആകർഷിക്കും. ഇത് സൗദി അറേബ്യയിൽ നേരത്തെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അരാംകോ കോമ്പൗണ്ടിൽ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അരാംകോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അറേബ്യക്കകത്തെ ഒരു അമേരിക്കയാണ്, മിനി അമേരിക്കയാണ്. അത്തരം കോമ്പൗണ്ടുകളിൽ വലിയ വിദേശ സമ്പന്ന രാജ്യങ്ങളുടെ കോളനികളിൽ അവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമുണ്ടോ? മറ്റുള്ളവർക്ക് ഗസ്റ്റുകളായിട്ട് പോകാം, പെർമിഷൻ വേണം. അവിടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. നമുക്ക് പോകാം, നമുക്ക് അവിടുന്ന് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മദ്യപിക്കാൻ ക്ലബ്ബ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഓപ്പൺ ആക്കി എല്ലായിടത്തും. ഇത് അറബ് നാടുകളോട് ഇപ്പോൾ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് സുരക്ഷിതമായി ഭക്ഷ്യ നിയമങ്ങളൊക്കെ അവിടെ ഭയങ്കര കർശനമാണ്. ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ ഭക്ഷ്യത്തിൽ എന്തെങ്കിലും മായം ചേർത്താലൊക്കെ ഭയങ്കര കുറ്റമാണ്, അകത്തു പോകും. അതുകൊണ്ട് ഇവിടെ വളരെ സൂക്ഷിച്ചാണ് ഇവിടുന്ന് എല്ലാ രാജ്യങ്ങളിലും അങ്ങോട്ട് കയറ്റി അയക്കുക. നല്ല ഫുഡ് കിട്ടും, സുരക്ഷിതമാണ്. ആ ഒരു നിയമത്തോടു കൂടി അവിടെ മദ്യം കൊടുക്കുന്നതല്ലേ നല്ലത്? നല്ല വില വാങ്ങിച്ചൂടെ? അതിൻ്റെ ടാക്സ് മുഴുവൻ അയൽ രാജ്യങ്ങൾക്ക്, ഈജിപ്തിലേക്കും ബഹ്റൈനിലേക്കൊക്കെ കൊടുത്തയക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ പുതിയ മാറ്റമൊക്കെ വന്നത്. തിയേറ്റർ വന്നു. അപ്പൊ ഞാൻ പറയുന്ന ആ മാറ്റം ഒന്ന് ഈ സമയത്ത് കുവൈറ്റിൽ എന്താ സംഭവിച്ചത്? കുവൈറ്റിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ വായിച്ചിട്ടുണ്ടാവണം. ഓർക്കേണ്ടത് എന്നാണെന്നറിയോ? കുവൈറ്റിൽ ഈ സംഭവം നടക്കുന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആഗസ്റ്റ് 14 നടക്കുന്നത്. കുവൈറ്റിലെ മലയാളികളല്ല, കുവൈറ്റിലെ ഇന്ത്യക്കാർ, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള നാടാണ്. കുവൈറ്റിലെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ദിവസമായിരിക്കും അത്, ആഗസ്റ്റ് 15 തലേന്ന്. വേറൊരു കാര്യം കൂടി പാകിസ്ഥാനികളും ഉണ്ടാവും. ഓഗസ്റ്റ് 14 അവരുടെ വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. അതിന്റെ കൂടെ ഒത്തു വന്നത് ഇക്കൊല്ലം ഓഗസ്റ്റ് 14 വ്യാഴാഴ്ചയാണ്, 15 വെള്ളിയാഴ്ചയാണ്. 2 ദിവസം അടുപ്പിച്ച് അവധിയാണ്, അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പോ സാധാരണ വിശ്വസിച്ചു കൊടുക്കുന്ന ന്യായമായ മദ്യം മതിയാവില്ല എന്ന് അജ്ഞാതരായ ആളുകളിൽ നിന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. ഇനി ഉള്ളവൻ തന്നെ ഇതിൽ മായം ചേർത്തിട്ടുണ്ടാവും. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആവശ്യക്കാർ ഇതായിരുന്നു സംഭവിച്ചിട്ടുണ്ടാവുക. കുവൈറ്റിന്റെ പത്രവാർത്ത, രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാൻ, കുവൈറ്റിലെ മദ്യ ദുരന്തം എന്തുകൊണ്ട് മലയാളിക്ക് വാർത്തയായില്ല? മലയാളിക്ക് വാർത്തയാവാത്തത് ഇസ്ലാമിനെ പേടിച്ചുകൊണ്ടാണ് എന്നതിലേറെ ഞാൻ വിചാരിക്കുന്നത് ഈ റിയാൽ പേടിയാണ്. റിയാലോഫോബിയ എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. ഇവരുടെ പണം വേണം സാറേ നമുക്ക്. പത്രങ്ങൾക്കും വേണം, മാധ്യമങ്ങൾക്കും വേണം. ഇവർക്കൊക്കെ അവിടെ എഡിഷൻ ഉണ്ട്, അവർക്ക് ഏജന്റുമാരുണ്ട്, അവിടുന്ന് പരസ്യം വരുന്നുണ്ട്, ഇവരൊക്കെ പോയി അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. ഇവരുടെ പറുദീസയാണ്.
അതിനെ ഞാൻ ഡിയാലോഫോബിയ എന്നേ വിളിക്കുന്നുള്ളൂ. അതിന് വേറെ ഒരു പക്ഷെ കുവൈറ്റ് സർക്കാർ മൂടി വെച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ വാർത്ത പുറത്തു വന്നത്. അല്ല, കുവൈറ്റ് സർക്കാർ മൂടി വെച്ചിട്ടല്ല സർ. കുവൈറ്റ് സർക്കാർ ഇത് ഔദ്യോഗികമായി കിട്ടിയ വാർത്തയാവണമെന്നില്ല, ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം വന്നു. ഇംഗ്ലീഷ് പത്രങ്ങൾ, മലയാള പത്രങ്ങൾക്കും ഈ ഏജൻസികളെ റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കിട്ടുന്നുണ്ട്. മൂടി വെച്ചതാണ്, തമസ്കരിച്ചതാണ്. മാത്രമല്ല ഈ പത്രങ്ങൾക്കൊക്കെ, നമ്മുടെ മലയാള പത്രങ്ങൾക്ക് മിക്കവാർക്കും അവിടെ ഏജൻസി ഉണ്ട്, എഡിഷനുകളുണ്ട് പലർക്കും. ആർക്കാ ഇല്ലാത്തത്? കൊടുക്കാതിരുന്നതാണ്. അതിൻ്റെ കാര്യം നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇപ്പോൾ കൊല്ലത്തുണ്ടായ മദ്യദുരന്തത്തെക്കാൾ, നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒറ്റപ്പെട്ട ഒരു മദ്യദുരന്തത്തെക്കാൾ എന്തുമാത്രം പ്രാധാന്യമുണ്ട് ഈ വാർത്തക്ക്? എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, നിരോധിക്കപ്പെട്ട അറബ് ലോകത്ത് മദ്യം നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്ത് പോയി മദ്യപിക്കുന്നവൻ എന്തുമാത്രം വലിയ റിസ്ക് ആണ് എടുക്കുന്നത്, എത്ര വലിയ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അത് അവന് മുന്നറിയിപ്പ് കൊടുക്കണം. അവനെക്കുറിച്ചുള്ള ജാഗ്രതയുമായി കണ്ണിലൊഴിച്ച് എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന കുടുംബത്തിൽ മലയാളികളോട് കൂറ് വേണ്ടേ? 2, 3, ഇത് ഗവൺമെന്റിനും ആ ഗവൺമെന്റുകൾക്കും വലിയ മുന്നറിയിപ്പല്ലേ? നിങ്ങൾ ഈ ഒരു സൗകര്യം, ഈ വ്യാജ മദ്യത്തിന്റെ ഒരു അവസരം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ലൈസൻസ് കൊടുക്കുന്നത്. ഇറാഖിലൊക്കെ അങ്ങനെ പബ്ബുകളിൽ കിട്ടും, മുറുക്കാൻ കട പോലെ. ഇറാഖിൽ ഞാൻ പോയ പബ്ബുകൾ, നമുക്ക് ഈ പറഞ്ഞ നമ്മളെ ഇതില്ലേ സർ, ഈ പെപ്സിയുടെ ഒക്കെ ചെറിയ ബോട്ടിൽ ടിന്ന് അതുപോലെ കിട്ടും. ഇഷ്ടം പോലെ എടുത്ത് കുടിച്ചുകൊണ്ടേയിരിക്കാം. എന്നിട്ട് അത് അവസാനം നമ്മുടെ മുമ്പിൽ വെച്ച ട്രേയിൽ ടിന്ന് എണ്ണി നോക്കിയിട്ട് ബില്ലിട്ട് തരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് അവർക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ്. നിങ്ങളുടെ വലിയ തൊഴിൽ സമൂഹം, ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ജീവിക്കാൻ വേണ്ടി നാട് വിടുന്ന ഈ ഗതികെട്ട സമൂഹം, അവർ മരണത്തിലേക്ക് പോകാതിരിക്കാനുള്ള വലിയ മുന്നറിയിപ്പ് കൊടുക്കേണ്ട ബാധ്യത ഇല്ലേ നമ്മുടെ മാധ്യമങ്ങൾക്ക്? മലയാളിയോടുണ്ട്, ആ സർക്കാരിനോടുണ്ട്. നിങ്ങൾ ഏറ്റവും ഇത് ലൈസൻസ് അനുസരിച്ച് കൊടുത്തോളൂ, മദ്യം ഉണ്ടാക്കിക്കോളൂ, നിർമ്മിച്ചോളൂ, നല്ല മദ്യം നിങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെക്കൂ. എന്നാൽ നിങ്ങളുടെ തൊഴിൽ സമൂഹം മരിച്ചു പോകുന്നില്ല. ഞങ്ങളുടെ ഇന്ത്യൻ സമൂഹത്തെയും ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ലൈസൻസ് ഫീയും കിട്ടും, നിങ്ങൾ വരുമാനം ഉണ്ടാക്കൂ, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ. ഒരുപാട് 2 വർഷം മുമ്പ് മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അതായത് ഹജ്ജിന് പോയിട്ട് കുറേയേറെ ആളുകൾ അതിഭയങ്കരമായ ചൂടിൽ മരിച്ചുപോയി, മലയാളികൾ ഉൾപ്പെടെ. ഒരു പത്രത്തിലും വാർത്ത വന്നില്ല. അതൊക്കെ ഈ മുടി വെക്കുന്നതാണ്. അതിന് അറേബ്യൻ അന്നത്തെ സൗദി അറേബ്യയാണത്. അന്നത്തെ സൗദി അറേബ്യ ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം നമ്മൾ വീഡിയോ ചെയ്തു. ഇപ്പോ അത് മൂടി വെക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല അത് വലിയ പാഠമല്ലേ, വലിയ മുന്നറിയിപ്പല്ലേ, സൂക്ഷിക്കേണ്ടതാണെന്ന് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന പാവങ്ങളായ മുസ്ലിങ്ങൾക്ക് സന്ദേശം കൊടുക്കണ്ടേ? അതൊക്കെ മാധ്യമങ്ങളുടെ. നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ചെറിയ ആളുകൾ പറഞ്ഞതെന്നറിയാം, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവിടെ വെച്ച് മരിച്ചാൽ അത് പുണ്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് കമന്റ് ഇട്ട ആളുകളുണ്ട്. അത് അവന് പടച്ചോൻ എന്താ പറഞ്ഞതെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ്. അവിടെ ചെന്ന് മരിച്ചുകൊണ്ട് ഒരു പുണ്യവും കിട്ടാനില്ല, ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല. അവന്റെ ജീവിതത്തിൽ എല്ലാം സേഫ് ആണെങ്കിൽ, ഏറ്റവും ഒടുവിൽ സൗകര്യം ഉണ്ടെങ്കിൽ, ഈ എബ്രഹാമിന്റെ ഓർമ്മയാണല്ലോ, ഇബ്രാഹിം നബിയുടെ ഈ ഓർമ്മയെ ഒന്ന് പങ്കിട്ട് പോരൂ എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അവിടെ കിടന്ന് മരിച്ചാൽ ഒരു പുണ്യം കിട്ടാനുണ്ട് എന്ന് ആരും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വാർത്തയില്ലാത്തത്, ഞങ്ങൾക്ക് പരാതിയില്ലാത്തതെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും നമ്മളെ അറിയിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വലിയ മൗഢ്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും. അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രമേ പറയുന്നുള്ളൂ. വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ ധനപരമായ മോഹങ്ങൾക്ക് വേണ്ടി സത്യത്തെ മുടിവെക്കുന്നവനെ മാധ്യമങ്ങളിലെ കള്ളനെന്നും കൊള്ളക്കാരനെന്നുമാണ് വിളിക്കേണ്ടത്. ഞാൻ ഗുരുവായി കരുതുന്ന ഒരു ജേർണലിസ്റ്റ് ഈയിടെ എന്നോട് പറഞ്ഞത്, ദ മോസ്റ്റ് കറപ്റ്റ് എലമെന്റ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഈസ് നത്തിങ് ബട്ട് മീഡിയ. ആലോചിച്ച് നോക്കൂ സാർ, ശരിയല്ലേ? ശരിയാണ്. മാനിപ്പുലേറ്റ് ചെയ്യുക, വളച്ചൊടിക്കുക, പറയാതിരിക്കുക, ഇല്ലാത്തത് പറയുക, സ്വന്തം താല്പര്യം അനുസരിച്ച്. സത്യമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.